നമസ്കാരം, ഞാൻ വിനോദാണ്. വിരാടം രുചിക്കളത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇത്തിരി മുമ്പ് നിങ്ങൾ കണ്ട വാഴയില വെട്ടുന്നില്ലേ, ആ വാഴയില കൊണ്ടുള്ള ഒരു വിഭവമാണ്, ആ വാഴയില ഉപയോഗിച്ചുള്ള ഒരു വിഭവമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇന്നത്തെ പ്രിപ്പറേഷൻ എന്നും ഉള്ളതുപോലെ തന്നെ എൻ്റെ പങ്കാളിയാണ്. അപ്പോൾ നമുക്ക് ഡിഷിൻ്റെ വീഡിയോയിലേക്ക് തുടങ്ങാം. ഓക്കെ, കഴുകി വരഞ്ഞെടുത്ത കരിമീൻ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇന്നുണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറഞ്ഞാൽ വാഴയിലയിൽ കരിമീൻ പൊതിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഈ ഡിഷിന്റെ പേര് കരിമീൻ വാഴയില ഫ്രൈ. കരിമീൻ പൊള്ളിച്ചതല്ല ഉദ്ദേശിച്ചത്, പൊള്ളിച്ചതല്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് തവ ഫ്രൈയോ അതൊന്നും വേണ്ട. എങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ദേ ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് അമ്മയുടെ സ്പെഷ്യൽ ഐറ്റാ. അമ്മ ഈ തരത്തിലാണ് ചെയ്യാറ്. ഞാൻ അമ്മയുടെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഇതിന് വേണ്ടത് വറ്റൽമുളക്. ഇതൊരു 12 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് എടുക്കുക. ഇത് ഈ മീന് ഇത് ഇച്ചിരി എരിവുണ്ടെങ്കിലാണ് നല്ലത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 7 ചെറിയ ഉള്ളി. അത് 1-2 കട്ട് ചെയ്ത് വെക്കുക. ഇനി കട്ട് ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വെളുത്തുള്ളിയാണ്. അത് ഒരു 8 അല്ലി, ഒരു ഇഞ്ചി, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കഷ്ണം ആക്കിയത്, പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി. വാളംപുളിയാണ്, കുടംപുളി അല്ല. ഒരു നെല്ലിക്കൊന്നും വേണ്ട, കുറച്ച്, കാരണം 2 മീനല്ലേ ഉള്ളൂ. പിന്നെ 2 തണ്ട് കറിവേപ്പില. പിന്നെ നമ്മൾ സാധാരണ ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഏതാണ്ട് അതിന്റെ പാകത്തിന്. ഇതിപ്പോ 1 ടേബിൾ സ്പൂൺ കുറച്ച് കുറവുണ്ട്. എല്ലാ ഡിഷും ഉപയോഗിക്കുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടിയുണ്ട്. ഇതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മറ്റു വേറെ മസാലകളൊന്നും വേണ്ട. ഈ മസാലകളെല്ലാം നമ്മളിപ്പോ വറുത്തിട്ട് അരയ്ക്കുവാണ് ഇത് ചേർക്കാൻ വേണ്ടിട്ട്. അങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കരിമീന് എടുത്തു വെച്ചിരിക്കുന്ന കരിമീന് പുരട്ടാനുള്ള മസാല തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോന്നും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ആദ്യം തന്നെ ചൂട് കട്ടിയുള്ള ഒരു പാൻ വെക്കുക. ഒത്തിരി മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. ഒത്തിരി ഹൈ ഫ്ലെയിം വേണ്ട, കാരണം ഇതൊക്കെ കരിഞ്ഞു പോകും. ആദ്യം നമുക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 1/2 ടീസ്പൂൺ മതി, ഒത്തിരി ഒന്നും വേണ്ട. ഇതൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഓരോന്നായിട്ട് വേണ്ട, എല്ലാം തന്നെ നമുക്കിട്ട് ഒന്നിച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. കുരുമുളക്, പിന്നെ ചെറിയ ഉള്ളി, ഏതാണ്ട് 5 മിനിറ്റ് സമയം നമ്മളിത് റോസ്റ്റ് ചെയ്യാം. വെളുത്തുള്ളി എല്ലാം ചെറുതായി, ഇഞ്ചി, കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില, വാളംപുളി. ഈ ഉപ്പും മഞ്ഞളും നമ്മൾ അവസാനം ഇടുകയുള്ളൂ, കാരണം അല്ലെങ്കിൽ മഞ്ഞൾ കരിഞ്ഞു പോകും. പൊടിയാണ്. ഇനി ഈ വറ്റൽമുളകല്ല, പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഇതുപോലെ അവസാനം ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഓക്കെ, ഇനി പയ്യെ പതുക്കെ നമുക്ക് തീ കൂട്ടി കൊടുക്കാം. ടെമ്പറേച്ചർ കൂട്ടി എടുക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റ് എടുക്കും നമ്മളിതൊന്ന് റോസ്റ്റ് ആയിട്ട് വരാനായിട്ട്. മീഡിയത്തിൽ നിന്നൊരു ഹൈ ഫ്ലെയിമിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക, സ്റ്റൗവിലാണെങ്കിൽ. നല്ല മണം വരുന്നുണ്ടല്ലോ. ഏതാണ്ട് ആകാറായി. പയ്യെ മുളകൊക്കെ ഒന്ന് ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മളിപ്പോ എണ്ണ ഒഴിച്ചു കൊടുത്തില്ലായിരുന്നു, ഇപ്പൊ നമ്മളിവിടെ ചുമക്കേനായിരുന്നു, അടി കരിഞ്ഞു വെച്ചു. അപ്പൊ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ മുളകിന്റെ ഞെട്ടെടുത്താലും മുളകിന്റെ ഞെട്ട് നമ്മൾ ഇത് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് കളയുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ കുരുക്കള് വിത്തുകൾ വീണിട്ട് നമ്മളിപ്പോ ചുമക്കാൻ തുടങ്ങും. ഓണാക്കി
ഇപ്പോൾ എങ്ങനെ ആയിട്ടുണ്ടോ? ആ, ഇപ്പൊ ഏതാണ്ട് 5 മിനിറ്റായി ഞാൻ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഏതാണ്ട് എല്ലാം ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീരുന്നതിന് മുമ്പ്, ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കല്ലുപ്പ് എടുത്തു വെച്ച കല്ലുപ്പ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മളിട്ട്, കാരണം ഈ പൊടി കരിഞ്ഞു പോകുന്നതിന് അല്ല, അതിന് വേണ്ടിയാണ് അവസാനം ഇട്ടത്. ഇനി അത് തീ നമ്മൾ റെഗുലേറ്റ് ചെയ്ത് നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. ഇനി വറ്റൽമുളകല്ല, മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിപ്പോഴാണ് ഇടേണ്ടത്. അത് ആദ്യം ഇടരുത്, അതും കരിഞ്ഞു. അപ്പോൾ ഏതാണ്ട് നമ്മുടെ മസാലക്കൂട്ടിനുള്ള മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്, റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തിട്ടാണോ അരയ്ക്കുന്നത്? ഇനി ഇത് തണുക്കാൻ വയ്ക്കുക. തണുത്ത ശേഷമാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി അത് നമുക്ക് ഇത് മിക്സിയുടെ ഏറ്റവും ചട്നി ജാറിലാണ് ഇട്ടിരിക്കുന്നത്. ആദ്യം വെള്ളം ഒഴിക്കണ്ട, അത് പൊടിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് അരയ്ക്കാം. പിന്നെ വെള്ളമൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് പൊടിക്കാം. ഈ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി. ഇത്തിരി ലൂസായി കഴിഞ്ഞാൽ മസാല നമുക്ക് ശരിക്കും തേച്ച് ഇരിക്കത്തില്ല അതിനകത്തേക്ക്. സൂക്ഷിച്ച് നോക്കി ഒഴിക്കുക. മസാല പേസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അപ്പം ഞാനിത് ചട്നി നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ മിക്സിയിലാണ് അരച്ചത്. എൻ്റെ അമ്മയൊക്കെ ഇത് കല്ലിൽ വെച്ചായിരുന്നു അരച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതേ മസാല എല്ലാം അരച്ച് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കരിമീനിലേക്ക് തേച്ച് പിടിപ്പിക്കുന്ന ചടങ്ങാണ് ഈ നടക്കാൻ പോണത്. നമുക്ക് കുറച്ചെടുത്ത് നന്നായിട്ട്, ഇത്രയും കട്ടിക്ക് വേണം അരയ്ക്കാൻ. ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ലൂസായി പോകും, തേച്ച് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പം വൃത്തിയായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും വരയിലും എല്ലാം നല്ലപോലെ ചേർത്ത് സമയമെടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. മസാലക്കൂട്ട് നമ്മൾ അങ്ങനെ എല്ലാ സ്ഥലത്തും പിടിച്ച് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂർ ഇത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാതിരിക്കണം. അപ്പോൾ തൽക്കാലം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 1 മണിക്കൂർ നമ്മളൊരു വാഴയിലയോ എന്തെങ്കിലും ഇട്ടൊന്ന് അടച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഏതാണ്ട് 1 മണിക്കൂറായിട്ടുണ്ടല്ലേ? ഏതാണ്ട് 1 മണിക്കൂറായി. ഇത് ഫ്രിഡ്ജിലായിരുന്നു റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. ഓക്കെ, നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിലേക്ക് ഇനി കടക്കാൻ പോവാണ് നമ്മൾ. ഓക്കെ, നല്ലപോലെ മസാലയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാശ്മീരി ചില്ലി ഉപയോഗിച്ചാൽ നല്ല ചുവന്നിരിക്കും. പക്ഷേ കുരുമുളക് ചേർക്കുമ്പോൾ ഇത്രയും കളർ വരുമോ? എന്നാലും കുറച്ചുകൂടെ ചുവന്നിരുന്നേനായിരുന്നു കാശ്മീരി ആണെങ്കിൽ. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതിനെ വാഴയിലയിൽ നമ്മൾ പൊതിയാൻ പോവാണ്. അതിന് ഞാനിപ്പോൾ ഒരു വാഴയില 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക. ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നല്ലേ എണ്ണ ഒഴിച്ചത്. ചെറുതായി എണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇന്നലെ ഇവിടെ വലിയ വശം അങ്ങനെ വെച്ചാൽ രസമില്ല അല്ലേ? ഓക്കെ, കേട്ടെ. കരിമീൻ ഇലയിലേക്ക് പയ്യെ വെച്ച് കൊടുത്ത് ഇത് നമ്മളിനി പൊതിഞ്ഞെടുക്കാൻ പോവാണ്. മറുഭാഗം വെച്ച് അതിനെ അടച്ച് ഇനി പയ്യെ നമ്മളത് കെട്ടാൻ പോവാണ്. പഴനാര് കൊണ്ട് തന്നെ കെട്ടിയെടുക്കാം. പിന്നെ എല്ലാ വശത്തും നന്നായിട്ട് കെട്ടി വെക്കുക. അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ കെട്ടുക. ചിലപ്പോൾ ഇത് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് എല്ലാ വശവും
കെട്ടിവെക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ തുറന്നു പോകാൻ സാധ്യതയുണ്ട്. നല്ലപോലെ 3 വശവും കെട്ടുക. ഇനി അടുത്ത മീനും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. 2 കരിമീൻ ഇപ്പോൾ ഒരു ഇലയിൽ പൊതിഞ്ഞ് നമ്മൾ നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തവ അടുപ്പി വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിലേക്ക് പോവാം. കരിമീൻ വാഴയില ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിരിക്കുകയാണ്. ഇനി ഇതൊരു ഇരുമ്പിൻ്റെ തവയാണ്. അത് നമ്മൾ വെച്ച് കൊടുക്കുക. ഇനി അത് ചൂടാവാനായിട്ട് അനുവദിക്കുക. കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് വെക്കുക. അവിടെ കല്ല് ചൂടായി വരുമ്പോൾ ഇപ്പം തവ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നായിട്ട് കെട്ടിവെച്ചിരിക്കുന്ന ഇത് ഓരോന്നായിട്ട് വാഴയിലേക്ക് പൊതിഞ്ഞ് നമ്മൾ തവയിൽ വെക്കാൻ പോവാണ്. അപ്പൊ തീ ഒന്ന് കുറച്ച് വെക്കുക. കാരണം വാഴയിൽ ചെറിയ വെള്ളം ഉള്ളല്ലോ, തീർച്ചയായിട്ടും അത് ശബ്ദം ഉണ്ടാക്കും, തെറിക്കും. ഇതിലെ കുക്കിംഗ് സ്ലോ കുക്കിംഗ് ആണ്. 15 മിനിറ്റോളം നമുക്ക് ഒരു വശം കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചിടുക. അപ്പൊ വാഴയിലയില് ചെയ്യുന്നതിന്റെ ഗുണം എന്നാന്ന് പങ്കാളിക്കറിയോ? ഇല്ല, നമ്മുടെ സദ്യയൊക്കെ ഇലയിൽ വാഴയിലയിൽ വിളമ്പുന്നതിന് ചൂടോടെ ചോറിടുമ്പോൾ ഉണ്ടാകുന്ന ചില രാസപ്രവർത്തനങ്ങളുണ്ട്. അതിൽ ഈ പറഞ്ഞ ആന്റി ഓക്സിഡൻസ് ധാരാളമുള്ള ഒരു സാധനമാണ് വാഴയില. വാഴയില ചൂടാകുമ്പോൾ ആന്റി ഓക്സിഡൻ്റ് ഉണ്ടാവും. ആന്റി ഓക്സിഡൻറ്റ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഫലപ്രദമായ സാധനമാണ്. ഏജ് കുറയ്ക്കാനും ദഹന പ്രക്രിയ കൂട്ടാനും ഒക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനമാണ് ഇതിലുള്ള ആന്റി ഓക്സിഡൻസ്. ഇത്രയധികം ഗുണമുള്ള ഒരു സാധനം ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് കരിമീൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു 15 ഇത് ഈ വാഴയിലയിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായിട്ട് വരത്തില്ല. സ്ലോ ആയിട്ട് ഇത് കുക്കാവുള്ളൂ. കാരണം സ്റ്റീം ഇതിനകത്ത് നിന്ന് പതുക്കെ കുക്കായി വരുള്ളൂ. അപ്പൊ ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. മൂടി വെക്കണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പൊ ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഓരോ സൈഡും അത് മീൻ ഇച്ചിരി വലിയ മീനായതുകൊണ്ടാണ് മീനിന്റെ വലിപ്പം കുറയുന്ന അനുസരിച്ച് നമുക്ക് സമയം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഒരു ശ്രദ്ധ വേണം ഇതിന്. അതെ, ഓക്കേ. ഇപ്പൊ ഏതാണ്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് അടി മുരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഏതാണ്ട് മുരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് വലിയ മീനായതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത്. പിന്നെ വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, ഏറ്റവും ലോ ഫ്ലെയിമിൽ. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടുതൽ എടുക്കും. എന്നാലും നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കും ഇതൊക്കെ നല്ല ടേസ്റ്റ്. കാരണം അകത്ത് നല്ലപോലെ മുരിഞ്ഞ് വെന്ത് ഒക്കെ വരണ്ടേ. വാഴയില നല്ല ഉണങ്ങി വാഴയില മുരിഞ്ഞിരിക്കുന്ന കണ്ടാൽ അറിയാം അതിനകത്തെ എത്രത്തോളം മുരിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മൾ കുറച്ച് സമയം ചെയ്യുന്നതായിരിക്കും ഇതിന് നല്ലത്. നന്നായിട്ട് വരിക, അകമൊക്കെ നല്ലപോലെ വേവണമല്ലോ. നമുക്ക് ചെറിയ ഫ്ലെയിം ആയതുകൊണ്ട് വേറെ ജോലി ചെയ്യുന്നതിനും കുഴപ്പമില്ല. ഇതൊരു വശത്ത് കിടന്നോളൂ അവിടെ. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി വീണ്ടും വന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ 15 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് പതുക്കെ തീ ഓഫ് ചെയ്യാം. ഇത് എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് 2 സൈഡും കൂടെ കൂടി 2 സൈഡും കൂടെ കൂടി അരമണിക്കൂർ. ഒരെണ്ണം എടുത്ത് തുറന്നു നോക്കാം. ഇല നല്ല മരിഞ്ഞിട്ടുണ്ട്. ഇല നന്നായിട്ട് കരിയുമ്പോഴാണ് അകം നന്നായിട്ട് മൊരിഞ്ഞു വരിക. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് തുറന്നു നോക്കാം, എങ്ങനെ ഇരിക്കുന്നത് നോക്കാം. ആങ്സൈറ്റി നല്ല മുരിഞ്ഞിട്ടുണ്ടല്ലേ. ഓ,
ഓക്കെ. നല്ല ഇത് ജ്യൂസി ആയിരിക്കില്ല, അതാണ് ഈ ഇലയിൽ മുരിച്ചതിന്റെ ഗുണം അല്ലേ? ജ്യൂസി ആയിരിക്കും. ആയിരിക്കും. ഓക്കെ ഓക്കെ. ഒത്തിരി ഒത്തിരി ഡ്രൈ ആവൂല, കാരണം സ്റ്റീം ഇതിനകത്ത് നിൽക്കുന്നത് കൊണ്ട് ഒത്തിരി ഡ്രൈ ആവാൻ നല്ല ജ്യൂസി ആയിട്ടുള്ള ഇതായിരിക്കും. നമുക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്നത്. വളരെ ജ്യൂസി ആയിട്ടുള്ള ഉള്ളിൽ ഇതെല്ലാം ഉണ്ട് താനും, എന്നാൽ പുറം മുരിഞ്ഞിട്ടും ഉണ്ട്. നല്ല മണമുണ്ടല്ലേ? നല്ല മണമാണ് വരുന്നത്. നോക്കൂ, ഇതിനകം എന്ത് നന്നായിട്ടാണ്, നല്ല സ്റ്റീമൊക്കെ കയറി നല്ല ജ്യൂസി ആയിട്ട് ഇരിപ്പുണ്ട്. എന്നാൽ പുറം നല്ലപോലെ മൊരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നല്ല മണമാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. അല്ല ബംഗാളി, ഇതിന്റെ ഒരു വശം കാണിച്ചു, ഇതിന്റെ മറുവശം ഇതുപോലെ മൊരിഞ്ഞിട്ടുണ്ടാവോ? നമ്മൾ 15 മിനിറ്റ് വീതം മൊരിച്ചതല്ലേ, നമുക്ക് നോക്കാം ഇതിന്റെ മറുവശം എങ്ങനെയുണ്ടെന്ന്. ഓ വാവ്, വളരെ സൂപ്പർ ആയിട്ടുണ്ട്. നോക്കൂ, നല്ല രസമായിട്ടിരിക്കുന്നുണ്ട്. നല്ല എന്താ പറയാ, വെളി നല്ല, പുറം ഭാഗം നല്ല മൊരിഞ്ഞും എന്നാൽ അകവും നല്ല ജ്യൂസി ആയിട്ടും. ഞാനൊന്ന് കാണിച്ചു തരാം. നോക്കൂ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന്. നോക്ക് എന്ത് രസമായിട്ടാണ് ഇരിക്കുന്നതെന്ന്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കുക. നല്ല മണം. ഓക്കെ, ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വിരാടം രുചികളത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വിഭവവുമായിട്ട് അടുത്ത എപ്പിസോഡ് വരുന്നവരെ എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു.